മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മിൽക്ക് ബോൺ ഡിസീസസ്, അതുപോലെ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ, ഇൻടോക്സിക്കേഷൻ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മിൽക്ക് ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അതിനകത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട് പെത്തോജനിക് ഓർഗാനിസംസ് മിൽക്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കി ഹ്യൂമൻസ് അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓരോ ഓർഗാനിസം വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ ആൻഡ് ഇൻടോക്സിക്കേഷൻ. എന്താ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുകയാണ്, അപ്പം ആ ഫുഡിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയൽ പ്രസൻസ് ഉണ്ട്, ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അതിൻ്റെ പ്രസൻസ് ഉണ്ട് ആൻഡ് അത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കയറിയിട്ട് അതിരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ഫുഡ് ഇൻഫെക്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോളറ എന്ന് പറയുന്ന ഒരു ഫുഡ് ഇൻഫെക്ഷൻ്റെ എക്സാമ്പിളാണ്. അടുത്തതാണ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന ടേം. എന്താ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഓർഗാനിസംസ്, ഫോർ എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫുഡിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ ഓർഗാനിസം എന്ത് ചെയ്യും, ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് പ്രസന്റ് ആയിരിക്കും. അങ്ങനെ ടോക്സിൻസ് നമ്മുടെ ബോഡിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷനും ഇൻടോക്സിക്കേഷനും രണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആൻഡ് ഈ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന ടേം, ഇറ്റ് ഇസ് നോട്ട് only for this bacterial toxins, other than this chemical toxins ആവാം, അല്ലെങ്കിൽ ഫിസിക്കൽ എന്തെങ്കിലും പ്ലാന്റിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവാം. അത് ബാക്ടീരിയൽ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മളപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബാക്ടീരിയൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിൽ എന്തൊക്കെ പറയുന്നുണ്ട്, മിൽക്ക് ബോൺ ഡിസീസസ്, ഫുഡ് ഇൻഫെക്ഷൻ ആൻഡ് ഇൻടോക്സിക്കേഷൻ, ആൻഡ് കുറേ ഓർഗാനിസംസ് എന്താ പറയുക ഇതിനകത്ത് ഡിസീസ് കോസ് ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് നമ്മളിത് 2-3 സെഷൻസ് ആയിട്ടായിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻലി ബോട്ടുലിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് സ്റ്റഫൈലോകോക്കസ് എടുക്കാറുണ്ട്, സാൽമണല്ല എടുക്കാറുണ്ട്, അങ്ങനെ കുറച്ചധികം ഓർഗാനിസംസ് എടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോ ക്ലാസ്സസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെയൊക്കെ നമ്മുടെ ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈക്രോ ഓർഗാനിസം കോസ് ചെയ്യുന്ന എല്ലാ ഡിസീസിനും നമ്മൾ പണ്ട് പറയുന്ന പേരാണ് എന്ത്, ഫുഡ് പോയ്സണിങ് ആണ്. അയാൾക്ക് ഫുഡ് പോയ്സണിങ് ആണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുഡ് ബോൺ ഡിസീസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത്, ഞാൻ മുമ്പേ പറഞ്ഞു ഫുഡ് ഇൻടോക്സിക്കേഷനും ഉണ്ട്, ഫുഡ് ഇൻഫെക്ഷനും ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓർഡിനറിലി ദ ടേം ഫുഡ് പോയ്സണിങ് ഈസ് അപ്ലൈഡ് ടു ഡിസീസസ് caused by microorganism, and it is used very loosely to include both illness caused by ingestion of toxins elaborated by microorganisms and those resulting from infection of the host to intestinal tract. അതായത് ടോക്സിൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖത്തിനെയും മൈക്രോ ഓർഗാനിസംസ് ഡയറക്റ്റ്ലി നമ്മുടെ ബോഡിക്കുള്ളിൽ വന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയും എന്താണെങ്കിലും നമ്മൾ അതിനെ ഫുഡ് പോയ്സണിങ് എന്നാണ് പറയുന്നത്. Now all foodborne diseases are subdivided into food poisoning and infection. പോയ്സണിങ് എന്ന് പറഞ്ഞാൽ അവിടെ ടോക്സിൻസ് വഴിയായിരിക്കും മെയിൻ ആയിട്ടും വരുന്നത്, അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ നമ്മൾ മുമ്പേ പറഞ്ഞ ടേം ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫുഡ്ബോൺ ഡിസീസസിനെ മെയിൻ ആയിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദാറ്റ് ഇസ് ഫുഡ് പോയ്സണിങ് ആൻഡ് ഫുഡ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫുഡ് പോയ്സണിങ് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, പോയ്സണിങ് എന്ന് പറയുമ്പോൾ അത് കെമിക്കൽ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ ആവാം, ലൈക്ക് പ്ലാന്റ്സ് വഴിയൊക്കെ ആവാം. അപ്പോൾ ഈ പോയ്സണിങ്ങിനെ തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കെമിക്കൽ പോയ്സണിങ്ങും ഉണ്ട്, ഇൻടോക്സിക്കേഷനും ഉണ്ട്. കെമിക്കൽ പോയ്സണിങ് നമുക്കറിയാം, പലതരത്തിലുള്ള പോയ്സൺസ് ഫുഡിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, DDT അങ്ങനത്തെ പല പോയ്സണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെയുള്ളതാണ് കെമിക്കൽ പോയ്സണിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻടോക്സിക്കേഷൻ. ഇൻടോക്സിക്കേഷനകത്ത് മെയിൻ ആയിട്ടും പ്ലാന്റിൽ നിന്നാവാം, ആനിമൽസിൽ നിന്നാവാം, ആൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മൈക്രോബിയൽ ഇൻടോക്സിക്കേഷനും ആവാം. ഓക്കെ, അപ്പം
പോയ്സണിങ്സ് തന്നെ രണ്ട് ടൈപ്പ്, കെമിക്കൽ പോയ്സണിങ് ആൻഡ് ഇൻടോക്സിക്കേഷൻസ്. ഇൻടോക്സിക്കേഷൻസ് തന്നെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. പോയ്സണസ് പ്ലാന്റ് ടിഷ്യൂ ഉണ്ട്, പോയ്സണസ് ആനിമൽ ടിഷ്യൂ ഉണ്ട്, മൈക്രോബിയൽ ഇൻടോക്സിക്കേഷനും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് മൈക്രോബിയൽ ഇൻടോക്സിക്കേഷനെ തന്നെ മൂന്നായിട്ട് അഗെയിൻ കാറ്റഗറൈസ് ചെയ്തു. അതായത് ആൽഗൽ ടോക്സിൻസ്, ആൽഗ വഴി ലിബറേറ്റ് ചെയ്തിട്ടുള്ള ടോക്സിൻ ആണെങ്കിൽ അതിനെ ആൽഗൽ ടോക്സിൻ എന്ന് പറയും. ആൻഡ് ഫംഗസ് ആണ് എന്താണ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ മൈക്കോടോക്സിൻസ് എന്ന് പറയും. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദ ബാക്ടീരിയൽ ടോക്സിൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്നായിട്ടാണ് മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് അഗെയിൻ ഈ ബാക്ടീരിയൽ ടോക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഇസ് എൻഡ്രോടോക്സിൻ, ന്യൂറോടോക്സിൻ ആൻഡ് ദോസ് വിച്ച് ഇന്റർഫിയർ വിത്ത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ രണ്ടെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് എൻഡ്രോടോക്സിനും ന്യൂറോടോക്സിനും. എന്താ എൻഡ്രോടോക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ്രോ മീൻസ് റിലേറ്റഡ് ടു ഇൻഡസ്റ്റൈൻ. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ തന്നെ ആയിരിക്കും ടോക്സിൻസ് ലിബറേറ്റ് ചെയ്ത് ഇൻഡസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻസ്, ഡയറിയ അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ന്യൂറോടോക്സിൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നെർവസ് ടിഷ്യൂവിൽ എത്തിയിട്ട് വൊമിറ്റിംഗ് അല്ലെങ്കിൽ ഹൈലി എന്താ പറയുക അല്ലെങ്കിൽ ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസസ്, ബോട്ട്ലിനം പോലെയുള്ള ഡെഡ്ലി ഡിസീസസ് ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, ലൈക്ക് പാരാലിസിസ് വരെ കോസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ന്യൂറോടോക്സിൻസ് എന്ന് പറയുന്നത്. എൻഡ്രോടോക്സിൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, നമ്മുടെ ഇൻഡസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻസ് മാത്രമായിരിക്കും കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡ് ബോൺ ഡിസീസസ് ആണ് പറയുന്നത്. അതിനെ ഫസ്റ്റ് പോയ്സണിങ് തന്നെ കെമിക്കൽ, ആൻഡ് ഇൻടോക്സിക്കേഷൻ തന്നെ പോയ്സണസ് പ്ലാന്റ് ടിഷ്യൂ, പോയ്സണസ് ആനിമൽ ആൻഡ് മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻ. അതിൽ തന്നെ മൈക്രോബിയൽ is again classified into algal, mycotoxins and bacterial toxins. Bacterial toxins can be divided into enterotoxin, neurotoxin and those which interfere with carbohydrate metabolism. Then അടുത്ത ഒരു ബ്രാഞ്ച് ആണ് ഫുഡ് ബോൺ ഡിസീസസ്, ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പറയും. ഫുഡ് ബോൺ ഇൻഫെക്ഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട്, എൻഡ്രോടോക്സിജനിക് ആൻഡ് ഇൻവേസീവ്. അതെന്താണ് ഇവിടെ എൻഡ്രോടോക്സിജനിക് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ചില ബാക്ടീരിയാസ് നമ്മുടെ വയറ്റിലെത്തി അവർ മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മുടെ വയറ്റിലല്ല നമ്മുടെ ബോഡിക്കുള്ളിലിരുന്ന് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എൻഡ്രോടോക്സിജനിക് എന്ന് പറയുന്നത്. എൻഡ്രോ എന്ന് പറയാൻ കാരണം ഇൻഡസ്റ്റൈനൽ ആണ് ടോക്സിൻ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എൻഡ്രോടോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എൻഡ്രോടോക്സിജനിക്ക് തന്നെ രണ്ട് രീതിയിലുണ്ട്, സ്പോറിലേഷനും ഉണ്ട്, ഗ്രോത്ത് ആൻഡ് ലൈസിസും ഉണ്ട്. സ്പോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർ ഫോമിംഗ് ഓർഗാനിസംസ് ലൈക്ക് ക്ലോസ്ട്രീഡിയമോ ബാസിലസോ ഒക്കെ ആയിരിക്കും. അത് നമ്മുടെ ബോഡിക്കുള്ളിൽ വരുന്നു, വെജിറ്റേറ്റീവ് സെൽസ് ആയിട്ട് മാറുന്നു, ടോക്സിൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. രണ്ടാമത്തത് ഡയറക്ട്ലി ബാക്ടീരിയ തന്നെ ആയിരിക്കും, അത് ഗ്രോ ചെയ്തിട്ട് ലൈസ് ചെയ്തിട്ട് ടോക്സിൻ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് തന്നെ മൂന്ന് രീതിയിൽ അഫക്റ്റ് ചെയ്യാം. അത് എൻഡ്രോടോക്സിജനിക് ആണെങ്കിലും ഇൻവേസീവ് ആണെങ്കിലും ഏത് ഓർഗനിൽ വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം. അതായത് ചിലപ്പോൾ അത് സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം, അതായത് നമ്മുടെ ബോഡി ഫുൾ ഇൻഫെക്റ്റഡ് ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ മാത്രം ഇൻഫെക്റ്റഡ് ആക്കാം. ഓക്കെ, കൂടുതലായിട്ടും ഇൻഡസ്റ്റൈൻ, ഇപ്പൊ വിബ്രിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇൻഡസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും, അങ്ങനെയും ഉണ്ടാക്കാം. അതല്ലെങ്കിൽ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസും ഇവർക്ക് കോസ് ചെയ്യാം. ഇൻവേസീവ് ആയിട്ടുള്ള ഓർഗാനിസം, ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ടോക്സിൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അവർ നമ്മുടെ ബോഡിയിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സാൽമോണല്ലയൊക്കെ നമ്മുടെ ബോഡിയിലുള്ളിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻവേഡ് ചെയ്യും, അതായത് ഡീപ്പർ ടിഷ്യൂസിലേക്ക് അവർക്ക് പോകണം. അങ്ങനെ ഡീപ്പർ ടിഷ്യൂസിലേക്ക് അവർ പോയി നമ്മുടെ ടിഷ്യൂസിനെല്ലാം ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെയുള്ളവരാണ് ഇൻവേസീവിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻവേസീവ് എന്താ ചെയ്യുന്നത്? സിസ്റ്റമിക് ഡിസീസും കോസ് ചെയ്യും, ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസേനെയും ഇൻവേഡ് ചെയ്യും. അതല്ലാതെ ചിലപ്പോൾ ലിവറിനെയും മസിൽസിനെയും ഒക്കെ ഡിസീസ് സ്പെസിഫിക് ആയിട്ട് ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ബോൺ ഡിസീസസ്. മനസ്സിലായല്ലോ? അപ്പോ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് എഴുതിയേക്കാണ്. എന്തൊക്കെയാ പറഞ്ഞത്? Food poisoning can be the result of either chemical poisoning or the ingestion of a toxicant, that is intoxication. The toxicant might be found naturally in certain plants or animals or be a toxic metabolic products excreted by a microorganism. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ?
A bacterial food intoxication therefore refers to foodborne illness which is caused by the presence of bacterial toxins formed in the food. ഇത് നമ്മൾ already പറഞ്ഞു. A bacterial food infection refers to the foodborne illness caused by the entrance of bacteria into the body through the ingestion of contaminated foods and the reaction of the body to their products or to their metabolites. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ വർക്ക് ആവുന്നതായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ബാക്ടീരിയ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടോക്സിക്കേഷൻ എന്താണെന്നും ഫുഡ് ഇൻഫെക്ഷൻ എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇനി കോമൺ ഫുഡ്ബോൺ ഡിസീസസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് വൈസ് ഒരു ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് കേട്ടോ. അപ്പം ഇത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫുഡ്ബോൺ ഡിസീസസ് മെയിൻ ആയിട്ടും ഇൻടോക്സിക്കേഷൻ ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇൻടോക്സിക്കേഷനകത്ത് മെയിൻ ആയിട്ടും 2 പേരാണ് വരുന്നത്. ഒന്നാമത്തത് സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ ഉണ്ട്. അത് എൻഡ്രോടോക്സിൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, produced by Staphylococcus aureus. Then botulism എന്ന് പറയുന്നത് ഒരു ന്യൂറോടോക്സിൻ ആണ് which is produced by Clostridium botulinum. Okay, അപ്പോൾ botulism ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Clostridium botulinum ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഇൻടോക്സിക്കേഷനിൽ ഉള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടുലിസത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇനി ഇൻഫെക്ഷൻസ് പറയുകയാണെങ്കിൽ അതിനകത്ത് വരുന്നതാണ് സാൽമണലോസിസ്. സാൽമണലോസിസ് പ്രൊഡ്യൂസ് എൻഡ്രോടോക്സിൻസ്, അതുപോലെ തന്നെ സൈറ്റോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസ് ഇൽനെസ് എൻഡ്രോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ബാസിലസ് സീരിയസ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആൻഡ് എക്സോഎൻഡ്രോടോക്സിൻ released during the lysis of Bacillus cereus in the intestinal tract. Enteropathogenic Escherichia coli infection, several types of E. coli, some invasive and some enterotoxigenic. പിന്നെ എഴ്സീനിയ ഉണ്ട്, ഷിജല്ല ഉണ്ട്, വിബ്രിയോ ഉണ്ട്, അങ്ങനെ കുറേ ഓർഗാനിസംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് ഇൻടോക്സിക്കേഷൻസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, according to this classification there are 2 chief kinds of food intoxication caused by the bacteria, that is botulism ഉണ്ട്, അതുപോലെ തന്നെ Staphylococcal intoxication ഉണ്ട്. botulism cause ചെയ്യുന്നത് ആരാണ്? Clostridium botulinum. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ആണ് botulinum toxin. ഓക്കെ, രണ്ടാമത്തത് Staphylococcal intoxication is due to the enterotoxin produced by Staphylococcus aureus. ഓക്കെ, ഇനി ഫുഡ് ഇൻഫെക്ഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം എന്താണ്, ചില ഓർഗാനിസംസ് അതായത് ഫുഡിൽ അവരുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യത്തില്ലായിരിക്കും. those in which the food does not ordinarily support the growth of the pathogen, അതെന്ത് ചെയ്യും? ജസ്റ്റ് ഓർഗാനിസത്തിനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കും. അവർക്ക് ഇപ്പം ഒരു ഫുഡ് ഐറ്റത്തിൽ അത് എത്തി, പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് എന്ത് ചെയ്യും, ലൈവ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ ആണ് ട്യൂബർക്യുലോസിസ്, ഡിഫ്തീരിയ, അതുപോലെ തന്നെ എന്താ പറയുക ടൈഫോയിഡ് ഫീവർ, ബ്രൂസല്ല, കോളറ, ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്, ക്യൂ ഫീവർ, ഇങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഫുഡിൽ എത്തിപ്പെടാം, പക്ഷേങ്കിൽ ഫുഡിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും അവർക്ക് സാധിക്കത്തില്ല. ആൻഡ് ആ ഫുഡ് നമ്മൾ പെട്ടെന്ന് തന്നെ കൺസ്യൂം ചെയ്താലാണ് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത്. ഓക്കെ, അതിനകത്ത് ഈ ട്യൂബർക്യുലോസിസിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഭയങ്കര റെയർ കേസസ് മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണാറുള്ളത് ടൈഫോയിഡും അതുപോലെ കോളറ ഇൻഫെക്ഷൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്, ബാക്കിയുള്ള ട്യൂബർക്യുലോസിസ്, ഡിഫ്തീരിയ, ക്യൂ ഫീവർ ഒക്കെ വളരെ റെയർ ആണ് കേട്ടോ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റത് കൾച്ചറിന് അതായത് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാത്തതായിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും, ബാക്ടീരിയൽ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ബാക്ടീരിയയുടെ നമ്പർ ആ ഫുഡിൽ ഇരിക്കും തോറും എന്ത് ചെയ്യും, കൂടി വരും. ഓക്കെ, അതിനകത്തും വരുന്നതാണ് സാൽമണല്ല സ്പീഷീസ്, വിബ്രിയോ പാരാഹീമോലൈറ്റിക്കസ് ആൻഡ് എൻഡ്രോപാത്തോജനിക് E. coli. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സാൽമണല്ല സ്പീഷീസ് കൊടുക്കുമ്പോൾ സാൽമണല്ലയിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ട്, അവരാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നോൺ ടൈഫോയിഡൽ സാൽമണല്ലയാണ് മെയിൻ ആയിട്ടും വരുന്നത്.
ഓക്കെ, പിന്നെ വിബ്രിയോ കോളറ നമ്മൾ മറ്റെടുത്താ പറഞ്ഞത് അല്ലേ, ഇവിടെ വിബ്രിയോ പാരാ ഹീമോലൈറ്റിക്കസ് ഫുഡിൽ പ്രസന്റ് ആയിരിക്കാം. അതുപോലെ ഇതൊക്കെ കോമൺ ആണ് കേട്ടോ. എൻട്രോപാത്തോജനിക് ഈക്കോളൈ ഇങ്ങനെയുള്ളവരാണ് മെയിൻ ആയിട്ടും ഫുഡ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. മറ്റതിനെ കഴിഞ്ഞു ഫുഡിൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും കോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? Food can serve as a culture medium for growth of these pathogens to numbers that will increase the likelihood of infection of the consumer of the food. These include Salmonella, Vibrio parahemolyticus and Enteropathogenic Escherichia coli. Then അത് ഞാൻ മുമ്പേ പറഞ്ഞത് ഈ ഫുഡ് ഇൻഫെക്ഷൻസ്, അതായത് സെക്കൻഡ് ടൈപ്പ് നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് ആണ് മെയിൻ ആയിട്ടും ഔട്ട്ബ്രേക്സിനെ കഴിഞ്ഞും പെട്ടെന്ന് ഒരിടത്ത് ഔട്ട്ബ്രേക്സ് ഉണ്ടാക്കുക, അങ്ങനെയുള്ളതൊക്കെ കൂടുതലും ഉണ്ടാക്കുന്നത് ഇവരാണ്. ഓക്കെ, ഇനിയും ഒരു ബ്രോഡർ ഏരിയയിൽ നമ്മൾ എന്താ പറയുക, ഫുഡ് പോയിസണിങ് ഏജൻസിനെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡിന്റെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്ത് 1 to 6 hour നമുക്ക് മാനിഫെസ്റ്റേഷൻസ് കാണിക്കുകയാണ്, അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് 8 to 16 hours ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളവര്. മൂന്നാമത്തത് മോർ ദാൻ 16 hours. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താണ്? 1 to 6 hours ആണ് അല്ലെ. അപ്പൊ അതിനകത്ത് മെയിൻലി വരുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഉണ്ട്, അതുപോലെ തന്നെ ബാസിലസ് സീരിയസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുള്ള ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം എന്ന് പറയുന്നതും ചിലപ്പോൾ 1 to 6 hour ആവാം, ചിലപ്പോൾ അത് മോർ ദാൻ 16 hours ആവാം. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ ദ ടോക്സിൻ എങ്ങനെയാണ് ലിബറേറ്റ് ചെയ്ത് അതിന്റെ ഫോം അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, 1 to 6 hour ഇൻക്യുബേഷൻ പീരീഡിൽ ലിബറേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളവരാണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആൻഡ് ബാസിലസ് സീരിയസ്. Then 8 to 16 hours വരുന്നത് Clostridium perfringens, Bacillus cereus. Then more than 16 hours ആണ് ബാക്കിയുള്ള ഓർഗാനിസംസ് എല്ലാം വരുന്നത്, ലൈക്ക് Vibrio cholerae, Enterotoxigenic E. coli, Enterohemorrhagic E. coli, non-typhoidal Salmonella, Shigella, Vibrio parahemolyticus, Campylobacter, Clostridium botulinum, Listeria monocytogenes, Norovirus, Cyclospora, Mycotoxicosis. And the Mycotoxicosis ഒരു ഡിഫറെന്റ് ആണ്, അതായത് ഫംഗൽ ടോക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ 6 hours വരാം, ചിലപ്പോൾ മോർ ദാൻ 24 hours ഒക്കെ എടുക്കും. അപ്പൊ പല ടൈപ്പ് ഓഫ് ഫംഗൽ ടോക്സിൻ ഉണ്ട്. അഫ്ലാടോക്സിൻ നമ്മൾ പഠിച്ചു അല്ലെ, അഫ്ലാടോക്സിൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓക്രാടോക്സിൻ ഉണ്ട്. അപ്പൊ പല ടൈപ്പിലുള്ള ടോക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതും വേരി ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് മൈക്രോബിയൽ ഏജൻസ് ഓഫ് ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻക്യുബേഷൻ പീരിയഡ്. ഓക്കെ, ഇനി നമുക്ക് ഓർഗാനിസം വൈസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ, ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ ഓർഗാനിസം വഴി നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ബോട്ടുലിസം ആണ്. ഓക്കെ, botulism is caused by Clostridium botulinum. Okay, so Clostridium botulinum is a gram-positive spore-forming obligate anaerobic bacilli. Okay, so Clostridium botulinum എന്ന് പറയുന്നത് gram-positive organism ആണ്, സ്പോർ ഫോം ചെയ്യാറുണ്ട്, ആൻഡ് ഓൾസോ ഒബ്ലിഗേറ്റ് അനേറോബ് ആണ്, അതായത് അതിന് ഓക്സിജൻ പറ്റത്തില്ല, ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇവര് ഡെഡ് ആവും. ഓക്കെ, ആൻഡ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? toxin, that is botulinum toxin produce ചെയ്യും, which causes this botulism disease. Okay, which is a rare disease manifested as various clinical syndrome which ranges from ചെറിയ food poisoning തൊട്ടിട്ട് infant botulism വരെ എത്തും. food poisoning ഉണ്ടാക്കാം, wound infection ഉണ്ടാക്കാം, and infant botulism cause ചെയ്യാം. Okay, and ഈ botulus എന്ന് പറയുന്ന botulinum ഈ പേര് വന്നത് botulus എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്, which means sausage. അതായത് പണ്ട് കാലത്തൊക്കെ ഇത് poorly cooked sausageൽ നിന്നാണ് കൂടുതലായിട്ട് ഒരു ഡിസീസ് ഐസൊലേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഈ ബോട്ടുലസ് എന്ന് പറഞ്ഞ പേര് വന്നത്. ഓക്കെ, ലാറ്റിൻ ബോട്ടുലസ് മീൻസ് സോസേജ് എന്നാണ് അർത്ഥം. പിന്നെ the organism is ubiquitous in nature and അതായത് ആനിമൽ മാനുവറിൽ കാണാറുണ്ട്, വെജിറ്റബിൾസിൽ, സോയിൽ, അങ്ങനെ എവിടെ വേണമെങ്കിലും ഇത് പ്രസന്റ് ആയിരിക്കും, ആൻഡ് അതുവഴി ഫുഡിൽ എത്തിപ്പെട്ടിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞത്? Clostridium botulinum is a gram-positive spore-forming obligate anaerobic bacilli and toxin ന്റെ പേരെന്താണ്? Botulinum toxin.
which causes botulism and which can cause food poisoning, wound infection and infant botulism. ഇനി ഇതിന്റെ പത്തോജനസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഓർഗാനിസം, അതായത് ക്ലസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ഓർഗാനിസം നോൺ ഇൻവേസീവ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്താ സാൽമോണല്ലയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇൻവേഡ് ചെയ്തു പോകുമെന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്യത്തില്ല, ഇൻവേഡ് ചെയ്യത്തില്ല. എവിടെയാണോ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത്, ഇപ്പോൾ ഇൻഡസ്റ്റൈനിലായിരിക്കും, അവിടെ ഇവർ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതല്ലാതെ മറ്റ് ഡീപ്പർ ടിഷ്യൂസിലേക്കൊന്നും ഇവർ ഇൻവേഡ് ചെയ്ത് പോകത്തില്ല. ആൻഡ് ഇതിന്റെ പത്തോജനസിസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബോട്ടുലിനം ടോക്സിൻ മൂലമാണെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ടോക്സിൻ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. ദിസ് ഇസ് ദ botulinum toxin is an example of neurotoxin. And this botulinum toxin നമുക്ക് 8 serotypes ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിൻലി 8 serotypes ആണ് ഇതിനുള്ളത്. ദാറ്റ് ഇസ് A, B, C1, C2, D, E, F and G. ഇങ്ങനെ 8 serotype ആണ് ആർക്കുള്ളത്, ബോട്ടുലിനം ടോക്സിനുള്ളത്. ഇതിനകത്ത് A, B, E ആണ് കോമൺ ആയിട്ട് ഹ്യൂമൻസിൽ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ ഡിസീസ് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, A, B, E. അതിനകത്ത് ഏറ്റവും സിവിയർ എന്ന് പറയുന്നത് സീറോടൈപ്പ് A ആണ്. ഓക്കെ, ആൻഡ് എല്ലാ സീറോടൈപ്സും ന്യൂറോടോക്സിൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് C2 മാത്രം എൻഡ്രോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ BTയില് സിയും ഡിയും ബാക്ടീരിയോഫേജ് കോഡർ ആണ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അപ്പൊ ചില ബാക്ടീരിയോഫേജിന് എന്ത് ചെയ്യാൻ കഴിവുണ്ട്, ചില ടോക്സിൻസിനെ ക്യാരി ചെയ്ത് മറ്റു ഓർഗാനിസത്തിൽ എത്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ വന്ന 2 ടോക്സിൻസ് ആണ് സിയും ഡിയും. ഓക്കെ, അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ക്ലസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേസീവ് ഡിസീസ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ പത്തോജനസിസ് എന്തുകൊണ്ടാണ്, ഡ്യൂ ടു എ പവർഫുൾ ന്യൂറോടോക്സിൻ. പേരെന്താണ്, ബോട്ടുലിനം ടോക്സിൻ. 8 സീറോടൈപ്പ് ഉണ്ട്, A, B, C1, C2, D, E, F, G. ഓക്കെ, അതിനകത്ത് എയും ബിയും ഇയും ആണ് കോമൺ ആയിട്ട് ഹ്യൂമൻസിൽ ഡിസീസ് ഉണ്ടാക്കുന്നത്. ഏറ്റവും സിവിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, അതായത് A ആണ്. ഇനി എല്ലാവരും ന്യൂറോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും എക്സെപ്റ്റ് C2 മാത്രം എന്ത് ചെയ്യും, എൻഡ്രോടോക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സീറോടൈപ്പ് സിയും ഡിയും ബാക്ടീരിയോഫേജ് കോഡർ ആണ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലായല്ലോ? അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഈ BT ടോക്സിൻ എന്ന് പറയുന്നത് മറ്റ് ടോക്സിനുമായിട്ട് എന്തോ ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം ടോക്സിന് മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഉണ്ട്, എൻഡ്രോടോക്സിനും ഉണ്ട്, എക്സോടോക്സിനും ഉണ്ട്. അതിനകത്ത് എൻഡോടോക്സിൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം നെഗറ്റീവ്, നമുക്കറിയാം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്. അതിനകത്ത് ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോള് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന ഒരു സാധനമാണ് എൻഡോടോക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആർക്കേ കാണത്തുള്ളൂ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് മാത്രമേ കാണത്തുള്ളൂ. ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ചില ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ആണ് എക്സോടോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ എക്സോടോക്സിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എന്താ പറയാ, സെല്ല് ലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് വിടാനുള്ള കഴിവുണ്ട്. എൻഡോടോക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബാക്ടീരിയ നശിച്ചു പോയി കഴിഞ്ഞാലേ ഉള്ളൂ അതിന്റെ സെൽ വോൾ ഒക്കെ ഡിസ്മാൻഡിൽ ചെയ്യത്തുള്ളൂ, അല്ലെ? അപ്പൊ മാത്രമാണ് എൻഡോടോക്സിൻ പുറത്തേക്ക് വരുന്നത്. പക്ഷെ എക്സോടോക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്ടീരിയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും, ലൈക്ക് നമ്മുടെ സ്റ്റഫൈലോകോക്കസിന്റെ ഒക്കെ ടോക്സിൻ പറഞ്ഞ പോലെ. അപ്പം ഈ ബോട്ടുലിനം ടോക്സിൻ ഒരു എക്സോടോക്സിൻ ആണ്. പക്ഷേ എങ്കില് എന്താ പ്രശ്നം, ഇവര് സെല്ല് ലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പുറത്തെത്തത്തുള്ളൂ, ബാക്ടീരിയയുടെ പുറത്തെത്തത്തുള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള ടോക്സിൻ വിബ്രിയോ കോളറയുടെ ആണെങ്കിലും ഈകൊളയുടെ ആണെങ്കിലും സ്റ്റഫൈലോകോക്കസിന്റെ ഒക്കെ ഏത് ടോക്സിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണ്, അത് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ ടോക്സിൻസ് ലിബറേറ്റ് ചെയ്യും. പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് ആണ് ബോട്ടുലിനം ടോക്സിൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തോണം. എന്താണ്, ഇതൊരു എക്സോടോക്സിൻ ആണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻട്രാസെല്ലുലർലി, സെല്ലിന്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സെക്രീറ്റഡ് ആൻഡ് അപ്പിയേഴ്സ് ഔട്ട്സൈഡ് ഓൺലി ആഫ്റ്റർ ഓട്ടോലൈസിസ് ഓഫ് ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെല്ല് ലൈസ് ചെയ്ത് പോയി കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, പുറത്തേക്ക് വരത്തുള്ളൂ.
ആൻഡ് ഈ ടോക്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നോൺ ടോക്സിക് ഫോമിലായിരിക്കും റിലീസ് ചെയ്യുന്നത്, ഒരു പ്രോ ടോക്സിൻ ആയിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. ആൻഡ് ആ ടോക്സിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തെടുപ്പിക്കണം, എന്നാൽ മാത്രമേ അത് ടോക്സിക് ആക്ടിവിറ്റി കാണിക്കത്തുള്ളൂ. അപ്പം അത് ആക്ടിവേറ്റ് ആക്കാനായിട്ട് ട്രിപ്സിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്, ട്രിപ്സിൻ ആണ് മെയിൻ ആയിട്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോട്ടിയോലൈറ്റിക് എൻസൈം വെച്ചിട്ട് അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്താണ് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ട്രിപ്സിനൊക്കെ നമ്മുടെ ഇൻഡസ്റ്റൈനിലുണ്ട്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, BT toxin differs from other exotoxin as it is produced intracellularly, not secreted, and appears outside only after autolysis of bacterial cell. This toxin is synthesized initially as a non-toxic protoxin, and it requires trypsin or other proteolytic enzymes to convert it into active form. Okay. ഇനിയും ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. നമ്മുടെ ബോഡിയിലുള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ബോഡിക്ക്, അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി പ്രീഫോംഡ് ടോക്സിൻ ആയിരിക്കും, മിക്ക കേസസിലും ഇതൊരു പ്രീഫോംഡ് ടോക്സിൻ ആയിരിക്കും. അപ്പം ബോഡിയിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ബോട്ടുലിനം ടോക്സിൻ എന്താ ചെയ്യുന്നത്, ബ്ലഡ് വഴി നമ്മുടെ പെരിഫറൽ കോളിനർജിക് നെർവ് ടെർമിനൽസിൽ എത്തും. നമ്മൾ പറഞ്ഞു ഇതൊരു ന്യൂറോ ടോക്സിൻ ആണ്. അപ്പൊ ഇതിന്റെ ടാർഗറ്റ് സൈറ്റ് എവിടെയാണ്, നമ്മുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസിലാണ് ഇവർ ലാസ്റ്റ് എത്തിപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിൽ എത്തുന്നു, ഇവർ ബ്ലഡ് വഴി എവിടെ എത്തും, പെരിഫറൽ കോളിനർജിക് നെർവ് ടെർമിനൽസ് ആവും. അതിനകത്ത് കോമൺ നെർവ് ടെർമിനൽ സൈറ്റ്സ് എന്ന് പറയുന്നത് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസ് ആർ പോസ്റ്റ് ഗാംഗ്ലിയോണിക് പാരാസിമ്പത്തറ്റിക് നെർവ് എൻഡിങ്സ് ആൻഡ് പെരിഫറൽ ഗാംഗ്ലിയ. ഓക്കെ, അപ്പം അവിടെയാണ് അവർ ഫൈനലി പോയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് CNS-നെ അഫക്റ്റ് ചെയ്യത്തില്ല. ആൻഡ് ദിസ് ബോട്ടുലിനം ടോക്സിൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സ് ഉണ്ട് നെർവ് ടെർമിനൽസിൽ. നെർവ് ടെർമിനൽസിന്റെ അറ്റത്തിൽ എന്തുണ്ട്, അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അസറ്റൈൽ കോളൈൻ്റെ റിലീസിനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അസറ്റൈൽ കോളൈൻ റിലീസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ മെക്കാനിസം ഓഫ് ആക്ഷൻ, ബോട്ടുലിനം ടോക്സിൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലഡ് വഴി എവിടേക്ക് പോകും, പെരിഫറൽ കോളിനർജിക് നെർവ് ടെർമിനൽസിൽ എത്തും. മോസ്റ്റ് കോമൺ നെർവ് ടെർമിനൽ സൈറ്റ്സ് ആർ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഓഫ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് പാരാസിമ്പത്തറ്റിക് നെർവ് എൻഡിങ്സ് ആൻഡ് പെരിഫറൽ ഗാംഗ്ലിയ. CNS-നെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. അവിടെ എന്നിട്ട് ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലുള്ള അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അസറ്റൈൽ കോളൈൻ്റെ റിലീസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഫ്ലാസിഡ് പാരാലിസിസ് കോസ് ചെയ്യും. അപ്പൊ ബോട്ടുലിനം ടോക്സിൻ എന്താ കോസ് ചെയ്യുന്നത്, ഫ്ലാസിഡ് പാരാലിസിസ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, then about the clinical manifestations, നമ്മൾ പറഞ്ഞു എന്തായിരിക്കും, അസറ്റൈൽ കോളൈൻ്റെ റിലീസ് അവിടെ നടക്കുന്നില്ല, അപ്പൊ അസറ്റൈൽ കോളൈൻ ഇല്ല അല്ലേ. അപ്പൊ അസറ്റൈൽ കോളൈൻ്റെ കൗണ്ട് കുറയുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ടും ഈ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് വേരി ചെയ്യും, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, ചിലപ്പോൾ 18 hours ആവും, ചിലപ്പോൾ 36 hours വരെ അത് വേരി ചെയ്യും. ഓക്കെ, ആൻഡ് വിച്ച് ഇൻക്ലൂഡ് ഡിപ്ലോപ്ലിയ, ഡിസ്ഫാസിയ, ഡിസ്അർത്രിയ, ഡിസെൻഡിങ് അസിമെട്രിക് ഫ്ലാസിഡ് പാരാലിസിസ് ഓഫ് വോളണ്ടറി മസിൽ. ഓക്കെ, ഡിസ്പ്ലോപ്പിയ എന്നൊക്കെ പറയാൻ കണ്ണ് തള്ളി വരിക, അതുപോലെ തന്നെ കാലിനും കൈക്കും ഒക്കെ ഒരു ബലക്കുറവ് അങ്ങനെയൊക്കെ തോന്നുക. പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ ഡിസെൻഡിങ് സിമെട്രിക് ഫ്ലാസിഡ് പാരാലിസിസ് ആണ് കോസ് ചെയ്യുന്നത്. അതായത് താഴെ നിന്ന് മേളിലേക്കായിരിക്കും ഉണ്ടാവുന്നത്, സോറി മേളിൽ നിന്ന് താഴേക്കായിരിക്കും പാരാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡീപ് ടെൻഡൻ റിഫ്ലക്സസ്, അതായത് നമ്മളിങ്ങനെ ടെൻഡൻ റിഫ്ലക്സസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയുക. ദെൻ കോൺസ്റ്റിപ്പേഷൻ, സെൻസറി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിഫക്ട്സ്, അതായത് തൊട്ടറിയാഴിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണില്ല. പിന്നെ ചിലപ്പോൾ റെസ്പിറേറ്ററി മസിൽസിന് പാരാലിസിസ് സംഭവിച്ച് ഡെത്ത് കോസ് ചെയ്യാറുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, റെസ്പിറേറ്ററി മസിൽ പാരാലിസിസ് വന്നിട്ട് ഡെത്ത് വരെ ഉണ്ടാവാറുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഈ ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള ടോക്സിൻ എന്ന് പറയുന്നത്. ഹ്യൂമൻസിന് അറിയാവുന്നത് വെച്ചിട്ട് ഏറ്റവും മാരകമായിട്ടുള്ള ടോക്സിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ടുലിനം ടോക്സിൻ ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ.
അപ്പൊ ഈ ഫുഡ് ബോൺ ബോട്ടിലിസം തന്നെ പല ടൈപ്പ് ഉണ്ട്. ഫുഡ് ബോൺ ഉണ്ട്, വൂണ്ട് ഉണ്ട്, ഇൻഫന്റ് ബോട്ടിലിസം ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബോട്ടിലിസം ഉണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ഫുഡ് ബോൺ ബോട്ടിലിസം ആണ് കേട്ടോ. ഫുഡ് ബോൺ ബോട്ടിലിസം എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ടോക്സിൻ ഉള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ കോമൺ സോഴ്സ് എന്ന് പറയുന്നത് ക്യാൻഡ് ഫുഡ് അല്ലെങ്കിൽ ഫെർമെന്റഡ് ഫുഡ്സ് ആൻഡ് ബിവറേജസ് വഴിയാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹോം മെയ്ഡ് ഇംപ്രോപ്പർലി ക്യാൻഡ് ഓർ ഫെർമെന്റഡ് ഫുഡ്സ് ആൻഡ് ബിവറേജസ് വഴിയാണ് മെയിൻ ആയിട്ടും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് കേസസ് സ്പൊറാഡിക് ആണ്. ഔട്ട്ബ്രേക്സ് ഒക്കെ വളരെ റെയർ ആയിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. വൂണ്ട് ബോട്ടിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വൂണ്ട് വഴി നമ്മുടെ എന്താ പറയുക ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം സ്പോർ കയറിയിരിക്കും. അതുവഴി വൂണ്ട് കണ്ടാമിനേഷൻ ഉണ്ടായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് വൂണ്ട് ബോട്ടിലിസം എന്ന് പറയുന്നത്. ദെൻ ഇൻഫന്റ് ബോട്ടിലിസം, അതാണ് ഏറ്റവും കോമൺ ടൈപ്പ്. 75% ബോട്ടിലിസം കേസസും ഈ പറയുന്ന ഇൻഫന്റ് ബോട്ടിലിസം ആണ്. കണ്ടാമിനേറ്റഡ് ഫുഡ്, മെയിൻ ആയിട്ടും കുഞ്ഞു പിള്ളേർ, 1 year താഴെയുള്ള കുട്ടികള് എന്താണ് ഈ നമ്മൾ ഹണിയൊക്കെ ഇറ്റിച്ചു കൊടുക്കുന്ന പതിവുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഹണിയിൽ ക്ലോസ്ട്രീഡിയം ബോട്ടിലത്തിന്റെ സ്പോർ ചിലപ്പോൾ പ്രസന്റ് ആയിരിക്കും. ഈ സ്പോറ് കുട്ടിയുടെ വയറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജെർമിനേറ്റ് ചെയ്തിട്ട് ടോക്സിൻ റിലീസ് ചെയ്യും. അപ്പം മാനിഫെസ്റ്റേഷൻസ് പറയുമ്പോൾ കുട്ടിക്ക് സക്ക് ചെയ്യാൻ പാട്, സ്വാളോ ചെയ്യാൻ പാട്, ആൻഡ് ഫ്ലോപ്പി ചൈൽഡ് സിൻഡ്രോം എന്നൊക്കെ നമ്മൾ ഫ്ലോപ്പി നെക്ക് അപ്പിയറൻസ് കാണും. അതിന് നമ്മൾ ഫ്ലോപ്പി ചൈൽഡ് സിൻഡ്രോം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫ്ലോപ്പി ചൈൽഡ് സിൻഡ്രോം കോസ് ചെയ്യുന്നത് ബോട്ടുലിനമാണ്. ഓക്കെ, അപ്പൊ ഇൻഫന്റ് ബോട്ടുലിനം എന്തുകൊണ്ടാണ് വരുന്നത്? ടോക്സിൻ കഴിക്കുന്നത് കൊണ്ടല്ല, ബാക്ടീരിയൽ സ്പോർ നമ്മുടെ ഉള്ളിൽ വരുന്നത് കൊണ്ടാണ്. ആൻഡ് അവിടെ സ്പോർ വെജിറ്റേറ്റീവ് സെല്ലായിട്ട് മാറും, എന്നിട്ട് ടോക്സിൻ ലിബറേറ്റ് ചെയ്യും. അങ്ങനെയായിരിക്കും ഡിസീസ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഇസ് അഡൽട്ട് ഇൻറ്റസ്റ്റൈനൽ ബോട്ടുലിസം. അഡൽട്ട് ഇൻറ്റസ്റ്റൈനൽ ബോട്ടുലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നോർമൽ ഫ്ലോറയൊക്കെ കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ മുമ്പേ പറഞ്ഞിട്ടുള്ള നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഇൻഫന്റ് ബോട്ടുലിസം, അതുപോലെ തന്നെ ചിലപ്പോൾ ക്ലോസ്ട്രീഡിയൽ സ്പോർ നമ്മുടെ വയറ്റിനുള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്ത് ടോക്സിൻ ഉണ്ടാക്കും. പക്ഷെ നോർമൽ കേസസിൽ നമ്മുടെ നോർമൽ ഫ്ലോറ ഒക്കെ നോർമൽ ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നോർമൽ ഫ്ലോറ എന്ത് ചെയ്യും? ഈ ക്ലോസ്ട്രീഡിയം സ്പോറിനെ ജെർമിനേറ്റ് ചെയ്യാൻ അനുവദിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? നോർമൽ ഫ്ലോറ എല്ലാത്തിനെയും ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കാതിരിക്കും. പക്ഷെ ചില പേഷ്യൻസിൽ നോർമൽ ഫ്ലോറ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതിന് പറയുന്നതാണ് അഡൽട്ട് ഇൻറ്റസ്റ്റൈനൽ ബോട്ടുലിസം. നെക്സ്റ്റ് ഇസ് അയാട്ടോജനിക് ബോട്ടുലിസം. നമുക്കറിയാം തെറാപ്യൂട്ടിക് പേർപ്പസിനും അല്ലെങ്കിൽ ഇപ്പം കോസ്മെറ്റിക് പേർപ്പസിനും ഒക്കെ നമ്മൾ ഈ പറയുന്ന ബോട്ടുലിനം ടോക്സിൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ഈ സെയിം സാധനമാണ്. അപ്പം അയോട്ടോജനിക് ബോട്ടുലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഞ്ചക്ഷൻ ഓവർഡോസ് ആയിട്ട് നമ്മൾ ഈ ടോക്സിൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ അയാട്ടോജനിക് ബോട്ടുലിസം കോസ് ചെയ്യും. Okay, then inhalational botulism means aerosolization of spores may occur, like ബയോടെററിസത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ബോട്ടുലിസത്തിനെ യൂസ് ചെയ്യാം, ബോട്ടുലിനം ടോക്സിൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then about the lab diagnosis, gram staining നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു gram പോസിറ്റീവ് ആണ്, നോൺ ക്യാപ്സുലേറ്റഡ് ആണ്, സബ് ടെർമിനൽ ഓവൽ ബൾജിങ് സ്പോർസ് പ്രസന്റ് ആണ്. ഓക്കെ, മൊട്ടൈൽ വാസിലയാണ്, പെരിട്രൈക്കസ് ഫ്ലജല്ല പ്രസന്റ് ആണ്. ദെൻ ഐസൊലേഷൻ എങ്ങനെയാണ്? ബ്ലഡ് അഗാറിലോ അനേറോബിക് ആയതുകൊണ്ട് നമ്മൾ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം യൂസ് ചെയ്യും. അപ്പൊ RCMൽ നമുക്ക് മെയിൻ ആയിട്ടും 2 രീതിയിൽ ഗ്രോത്ത് അറിയാൻ പറ്റും. അതായത് പ്രോട്ടിയോലൈറ്റിക് ആണോ സെക്കാരോലൈറ്റിക് ആണോ എന്ന് അറിയാൻ പറ്റും. പ്രോട്ടിയോലൈറ്റിക് ആണെങ്കിൽ ആ മീറ്റ് പാർട്ടിക്കിൾസ്, RCMന്റെ പ്രത്യേകത അതിനകത്ത് മീറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ആ മീറ്റ് പാർട്ടിക്കിൾസ് ബ്ലാക്ക് കളർ ആക്കും, അതിൻ്റെ ഒരു ഫൗൾ സ്മെല്ലും വരും. അപ്പൊ പ്രോട്ടിയോലൈറ്റിക് ആണെങ്കിൽ ബ്ലാക്ക് കളറും സെക്കാരോലൈറ്റിക് ആണെങ്കിൽ പിങ്ക് കളറിലും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് മീറ്റ് പാർട്ടിക്കിൾസ്. അപ്പം അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ്. പക്ഷെ ബോട്ടുലിസം എന്ന് പറയുന്നത് ഏതർ പ്രോട്ടിയോലൈറ്റിക് അല്ലെങ്കിൽ സെക്കാരോലൈറ്റിക് ആയിരിക്കും. പിന്നെ ഈ ബാസിലിനെ നമ്മൾ ഇപ്പൊ സ്റ്റൂള് നമ്മൾ ഒരു പേഷ്യന്റ് ഇപ്പം എന്താ പറയാ പേഷ്യന്റിന്റെ സ്റ്റൂള് കളക്ട് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? ടെസ്റ്റ് ചെയ്തു, ബോട്ടുലിസം നമുക്ക് കിട്ടി, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിനെ കിട്ടി.
പക്ഷെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബോട്ടുലിനം ടോക്സിൻ ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ടോക്സിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ലാബിൽ ടോക്സിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ടോക്സിൻ ഡെമോൺസ്ട്രേഷൻ ഇസ് ദ മോസ്റ്റ് മീനിങ്ഫുൾ തിങ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ബാക്ടീരിയനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. ഗ്രാം സ്റ്റെയിനിങ് പറഞ്ഞു, ഐസൊലേഷൻ പറഞ്ഞു. ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമുക്ക് RCM ആണ് മെയിൻ ആയിട്ട് വരുന്നത്. RCM പ്രോട്ടിയോലൈറ്റിക് ആണെങ്കിൽ ബ്ലാക്ക് കളർ, സെക്കാറോലൈറ്റിക് ആണെങ്കിൽ പിങ്ക് കളറും ആയിരിക്കും കാണുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു ടോക്സിൻ ഡെമോൺസ്ട്രേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ടോക്സിൻ ഡെമോൺസ്ട്രേഷൻ നമ്മൾ മൗസ് ബയോഅസേ ആണ് ചെയ്യുന്നത്. അപ്പോൾ മൗസ് ബയോഅസേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ സ്പെസിമെൻസ്, അത് സെറം ആവാം, സ്റ്റൂൾ ആവാം, വൂൺ സ്പെസിമെൻ ആവാം, അല്ലെങ്കിൽ ഇൻജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ ആവാം. അപ്പൊ ഈ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മൗസിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് മൗസിന് ഒരു 2 days വെയിറ്റ് ചെയ്തിട്ട് പാരാലിസിസ് ഉണ്ടോ നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ പാരാലിസിസ് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആന്റി ടോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ, and the sensitivity of this bioassay varies inversely with the time elapsed between onset of symptoms and the sample collection. ഓക്കെ, അപ്പൊ അതും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ മൗസ് ബയോഅസേയുടെ സെൻസിറ്റിവിറ്റി ഇരിക്കുന്നത്. അതായത് നമ്മൾ സിംറ്റംസ് വന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് ആ സാമ്പിൾ കളക്ട് ചെയ്യുന്നെങ്കിൽ വാല്യൂ കുറവായിരിക്കും, ടോക്സിന്റെ അളവ് കുറയും. കാരണം ഈ ടോക്സിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് പെർമനന്റ് അല്ല, ടെമ്പററി ആക്ഷൻ. അതായത് പുതിയ ന്യൂറോൺസ് വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ന്യൂറോൺസ് റീജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് പഴയ ന്യൂറോൺസ് പോയി പുതിയ ന്യൂറോൺസ് വരുമ്പോൾ അവിടെ ബോട്ടുലിനം ടോക്സിൻ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫാക്ടറും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ടോക്സിൻ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് നമ്മൾ മൗസ് ബയോഅസേ ആണ്. അതിനകത്ത് നമ്മൾ ടോക്സിൻ can be detected in the specimens or in sample of ingested foods. Specimens are injected into mouse that develops paralysis in 48 hours, which can be inhibited by prior administration of specific antitoxin. മൗസിനെ വെറുതെ നമ്മൾ കില്ല് ചെയ്യേണ്ട ആ ഒരു രീതിയിൽ ചെയ്യേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ആന്റിടോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ്. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് ആന്റി ടോക്സിൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാം. അതായത് നമ്മൾ ഇപ്പം ഒരു കേസ് ഇങ്ങനെ വന്നു ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ലാബ് കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബോട്ടുലിനം ആന്റി ടോക്സിൻ ആ പേഷ്യന്റിന് കൊടുത്തിരിക്കണം. ഓക്കെ, നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ്, കണ്ടീഷൻസ് നെസസറി ഫോർ ആൻ ഔട്ട്ബ്രേക്ക്. ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, presence of spores of Clostridium botulinum of type A, B or E in the food being canned or being processed in some other way. എങ്ങനെയെങ്കിലും Clostridium botulinumത്തിന്റെ സ്പോർ ഫുഡിൽ പ്രസന്റ് ആവുക, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, the food in which the spores can germinate and the Clostridia can grow and produce toxin. ആ ഫുഡിൽ എന്ത് ചെയ്യാൻ പറ്റണം? ക്ലോസ്ട്രീഡിയത്തിന്റെ സ്പോറിന് ജെർമിനേറ്റ് ചെയ്യാനും പറ്റണം, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റണം, ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സർവൈവൽ ഓഫ് ദ സ്പോർസ് ഓഫ് ദ ഓർഗാനിസം. അതായത് സ്പോർ പ്രസന്റ് ആയിരിക്കണം ആൻഡ് ആ സ്പോറിന് സർവൈവ് ചെയ്യാനും പറ്റണം. അതെങ്ങനെയാ സർവൈവ് ചെയ്യുന്നത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആണ് സർവൈവ് ചെയ്യുന്നത് അല്ലേ. ബിക്കോസ് ഓഫ് ഇൻഅഡിക്വേറ്റ് ഹീറ്റിംഗ് ഇൻ ക്യാനിങ് ഓർ ഇൻഅഡിക്വേറ്റ് പ്രോസസ്സിങ് വഴിയും സ്പോറിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്ത ഫാക്ടർ, environmental conditions after processing that will permit germination of the spores and growth and toxin production by the organism. ഓക്കെ, അതായത് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷനും എന്ത് ചെയ്യണം? സ്പോറിന്റെ ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇൻസഫിഷ്യൻറ്റ് കുക്കിംഗ് ഓഫ് ദ ഫുഡ് എന്നിട്ട് നമ്മൾ ഫുഡ് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതിരിക്കുക. അപ്പോഴാണ് എന്താണ് ടോക്സിൻ ഇനാക്ടിവേറ്റ് ആയി പോകത്തില്ല. ടോക്സിൻ ഓൾറെഡി ഫുഡിൽ പ്രസന്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഫുഡ് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ടോക്സിൻസ് ഇല്ലാതായി പോവും, നശിച്ചു പോവും. അപ്പം അത് ചെയ്യാതിരിക്കുക. പിന്നെ ടോക്സിൻ ഉള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ ദീസ് ആർ ദ 6 കണ്ടീഷൻസ് ദാറ്റ് ക്യാൻ കോസ് ആൻ ബോട്ടുലിനം ഔട്ട്ബ്രേക്ക്. ഓക്കെ,
നെക്സ്റ്റ് പ്രിവെൻഷൻ ഓഫ് ഔട്ട്ബ്രേക്ക്. ഈ പറഞ്ഞ ഔട്ട്ബ്രേക്സ് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? ഓക്കെ, ഒന്നാമത്തെ കാര്യം യൂസ് ഓഫ് അപ്രൂവ്ഡ് ഹീറ്റ് പ്രോസസ് ഫോർ ക്യാൻഡ് ഫുഡ്സ്. ക്യാൻഡ് ഫുഡ്സിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്രൂവ് ചെയ്തിട്ടുള്ള ഹീറ്റ് പ്രോസസ്സ് യൂസ് ചെയ്യാം. പിന്നെ റിജക്ഷൻ ഓഫ് ഓൾ സ്വെല്ലൻ ഓർ ഗ്യാസി ഓർ അതർവൈസ് സ്പോയിൽഡ് ക്യാൻഡ് ഫുഡ്സ് വീർത്തിരിക്കുക, ഗ്യാസി ആയിട്ടിരിക്കുക, അങ്ങനെയുള്ളത് നമ്മൾ അപ്പോഴേ ഡിസ്കാർഡ് ചെയ്തിരിക്കണം. പിന്നെ ഡൗട്ടുള്ള ഇങ്ങനെയുള്ള ഫുഡുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അഴുക്കായോ നോക്കാൻ പോകത്തില്ലേ, അതൊരിക്കലും ചെയ്യാതിരിക്കുക. വളരെ കുറച്ച് എമൗണ്ട് നമ്മുടെ ബോഡിയിൽ എത്തിയാൽ മതി ലീതലാവാൻ. ഓക്കെ, refusal even to taste a doubtful food. Then avoidance of food that have been cooked, held and not well reheated. കുക്ക് ചെയ്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചു, പിന്നെ അത് റീഹീറ്റ് ചെയ്യാതെയാണ് ഫുഡ് നമുക്ക് തരുന്നതെങ്കിൽ അതൊരിക്കലും കഴിക്കാതിരിക്കുക. പിന്നെ ബോയിലിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫുഡ് ഫോർ അറ്റ്ലീസ്റ്റ് 15 minutes. സസ്പെക്റ്റഡ് ഫുഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സസ്പെക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 15 minutes എങ്കിലും ആ ഫുഡ് ബോയിൽ ചെയ്യാം. ദെൻ അവോയ്ഡൻസ് ഓഫ് റോ ഓർ പ്രീ കുക്ക്ഡ് ഫുഡ്സ് കഴിക്കാതിരിക്കുക. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് തോ ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്ന ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ളതൊന്നും കൂടുതലും കഴിക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? യൂസ് ഓഫ് അപ്രൂവ്ഡ് ഹീറ്റ് പ്രോസസ് ഫോർ ക്യാൻഡ് ഫുഡ്സ്, റിജക്ഷൻ ഓഫ് ഓൾ ഗ്യാസി ഓർ സ്വെല്ലൻ ഓർ അതർവൈസ് സ്പോയിൽഡ് ക്യാൻഡ് ഫുഡ്സ്, refusal even to taste a doubtful food, avoidance of food that have been cooked, held and not well reheated, boiling of a suspected food for at least 15 minutes, avoidance of raw or pre-cooked foods that have been freezed, thawed and held at room temperature. Okay. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? കോമൺ ആയിട്ട് ഫുഡ് പോയ്സണിങ് എന്താന്ന് പറഞ്ഞു അല്ലേ? സോറി, അതായത് ഫുഡ് പോയ്സണിങ്, അതായത് ഫുഡ് ഇൻഫെക്ഷനും അതുപോലെ ഇൻടോക്സിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു. പിന്നെ കോമൺ ഏജൻസ് ഏതൊക്കെയാന്ന് നോക്കി. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് പഠിച്ചത് ഏതാണ്? ബോട്ടുലിനമാണ്. ഓക്കെ, ബോട്ടുലിനം ക്ലസ്ട്രീഡിയം ബോട്ടുലിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് അടുത്ത ഓർഗാനിസം സ്റ്റഫൈലോകോക്കസ് ആയിരിക്കും അടുത്ത നമ്മൾ ടോക്സിൻ വഴി, അതായത് ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു ഓർഗാനിസം ആണ് അല്ലേ? അപ്പോൾ സ്റ്റഫൈലോകോക്കസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.